മിഥുന വിട നൽകുകയാണ് നാട്. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ പൊതുദർശനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 11:45 മൃതദേഹം അവിടെ എത്തിക്കുകയും പൊതുദർശനം ആരംഭിക്കുകയും ചെയ്തത്. വലിയ തിരക്ക് തന്നെയാണ് സ്കൂളിലുള്ളത്. മിഥുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ, ഇന്ത്യാഞ്ജലി അർപ്പിക്കാൻ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടേക്ക് എത്തുകയായിരുന്നു. മണിക്കൂറുകളോളം അവർ കാത്തിരിക്കുകയായിരുന്നു മിഥുനെ കൊണ്ടുവരുന്നതിനായി. പ്രിയപ്പെട്ട കൂട്ടുകാരും പ്രിയ അധ്യാപകരും രക്ഷിതാക്കളുമൊക്കെ അവിടെ വളരെ വിഷമത്തോടുകൂടി ദുഃഖം കടിച്ചമർത്തി നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴത്തെ പൊതുദർശനം അവിടെ പുരോഗമിച്ചു വരികയാണ്. അല്പനേരം അവിടെ പൊതുദർശനം ഉണ്ടാകും. അവിടെ എത്തി എല്ലാവർക്കും ഇതിനെ ഒന്ന് കാണാനുള്ള ഒരു സമയം നൽകിയ ശേഷമായിരിക്കും പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുപോവുക. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, ഇപ്പോൾ പൊതുദർശനം എങ്ങനെ പുരോഗമിക്കുന്നു? ഇപ്പോഴും ഒരുപാട് ആളുകളാണ് ആ സ്കൂളിന് പുറത്തടക്കം കാത്തിരിക്കുന്നത്. പൊതുദർശനം ആരംഭിച്ചിട്ട് ഏകദേശം 20 മിനിറ്റോളമാകുന്നു. 11:40 സ്കൂളിൽ പൊതുദർശനമായി ആരംഭിച്ചത്. നേരത്തെ 11:30 കഴിഞ്ഞ സമയത്ത് തന്നെ മൃതദേഹം എത്തിച്ചിരുന്നെങ്കിലും ഔദ്യോഗികമായി, അതായത് ഉദ്യോഗസ്ഥർക്ക്, പൊതുപ്രവർത്തകർക്ക്, രാഷ്ട്രീയക്കാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് അന്തിമോപചാരം ആദ്യം അർപ്പിച്ചു. കളക്ടറായിരുന്നു ഈ സർക്കാരിനെ പ്രതികരിച്ചുകൊണ്ട് വെച്ചത്. മാത്രമല്ല മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ നേരത്തെ തന്നെ ഈ അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ എല്ലാം ക്രമീകരിച്ചുകൊണ്ട് ശാന്തമായി ആ കാര്യങ്ങൾ, അതായത് കൂടുതൽ പോലീസ് എത്തി അത്തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ മിഥുനെ അറിയുന്ന ആളുകളെല്ലാം തന്നെ, മിഥുൻ കണ്ടിട്ടുള്ള ആളുകൾ, മിഥുൻ്റെ ഒപ്പം പഠിച്ച കുട്ടികൾ, മിഥുൻ്റെ ഒപ്പം ട്യൂഷന് പോയിരുന്ന കുട്ടികൾ, അവരെല്ലാം തന്നെയാണ് ഇപ്പോൾ എത്തി ഈ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് വലിയ സ്വപ്നമായിരുന്ന NCCയെ പ്രതിനിധീകരിച്ചുള്ള ഉദ്യോഗസ്ഥർ അല്പസമയം മുൻപെത്തി അവരും അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം മടങ്ങി. കൂടുതൽ അതായത് തിരക്ക് പക്ഷേ ഇപ്പോഴും നിയന്ത്രിക്കാൻ പോലീസ് കഷ്ടപ്പെടുന്ന കാര്യം നേരത്തെ 2 വശങ്ങളിലൂടെ ആയിരുന്നു കടത്തിവിടാനുള്ള ഒരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ പോലും ഇവിടെ എത്തിയപ്പോൾ ആളുകളുടെ തിരക്ക് അനിയന്ത്രിതമായതുകൊണ്ട് തന്നെ അത്തരത്തിലേക്ക് പോയിക്കഴിഞ്ഞാൽ അത് വീണ്ടും മുന്തുംതള്ളിലേക്കും പോകാതിരിക്കാനായി ഒരു വശത്ത് കൂടി പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇടപെട്ട് പരമാവധി തിരക്ക് കുറച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ആളുകൾ, അതായത് പരമാവധി തിരക്ക് കുറച്ചുകൊണ്ട് ആളുകൾ, അതായത് വിദ്യാർത്ഥികളായിട്ടുള്ളവർ, രക്ഷിതാക്കളായിട്ടുള്ളവർ, പരിചയമുള്ള ആളുകളായിട്ടുള്ള എല്ലാവരെയും ഒക്കെ തന്നെ ഇവിടേക്ക് ഇപ്പോൾ പരിചയമുള്ള ആളുകളായിട്ടുള്ളവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കൂടുതൽ അതായത് നമ്മൾ നേരത്തെയൊക്കെ കണ്ടതുപോലെ ആ മുകളിലത്തെ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇപ്പോഴും ആ സ്കൂളിൻ്റെ ഗേറ്റ് കടന്ന് വരാനായിട്ട് കഴിയാത്തത്രയും രീതിയിലുള്ള ഒരു തിരക്കാണുള്ളത്. അത് തന്നെയാണ് ഈ ഒരു ബുദ്ധിമുട്ടിന് ഒരു കാരണമുണ്ടാകുന്നത്. ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് ഇവിടേക്ക് എത്തി ആ നിയന്ത്രണങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും വിദ്യാർത്ഥികളായിട്ട് വരുന്ന ആളുകൾ എല്ലാവരും തന്നെ അവരുടെ കണ്ണിൽ നിന്നെല്ലാം കണ്ണുനീർ പൊടിഞ്ഞുകൊണ്ടാണ് മടങ്ങുന്നത്. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവരോടൊപ്പം കളിച്ച് ചിരിച്ച് നടന്ന പ്രിയ മിഥുനെ അവസാനമായി പക്ഷേ ഇത്തരത്തിൽ ചേതനയേറ്റ ഒരു ശരീരം കാണേണ്ടി വന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പോലീസ് അതിൻ്റെ ക്രമീകരണം, അതായത് ആ തിരക്കിൻ്റെ ക്രമീകരണം 2 വഴികളിലൂടെ കാണാനെത്തുന്ന ആളുകളെ 2 വഴികളിലൂടെ മാറ്റി വിട്ടുകൊണ്ട് അത്തരത്തിൽ ആ തിരക്ക് ഇപ്പോൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്കും ഇപ്പോൾ ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സ്കൂൾ അധികൃതർ നടത്തിയിരുന്ന ക്രമീകരണങ്ങൾ പോലെ തന്നെ 2 വഴികളിലൂടെ, അതായത് 2 വഴിയിലൂടെ ഇപ്പോൾ ആ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മൾ ആ ദൃശ്യം കാണുന്ന പോലെ 2 വഴികളിലൂടെയും ആളുകളെ, കാര്യം അനിയന്ത്രിതമായി റോഡിൽ വലിയ ബ്ലോക്ക് ഉണ്ടാക്കുന്നു, ആളുകൾക്ക് കാണാൻ കഴിയാത്തതിനാൽ ആളുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം, അതെല്ലാം തന്നെ വകവെച്ചുകൊണ്ട് 2 വഴികളിലൂടെയും കടത്തിവിട്ട് വളരെ വേഗത്തിൽ ആളുകളെ കടത്തിവിട്ടുകൊണ്ടുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. പോലീസ് അത്തരത്തിലുള്ള ക്രമീകരണം ഒരുക്കിയാൽ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ എന്തായാലും 2 മണിക്കൂർ എന്ന് നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് 2 മണിക്കൂർ കൊണ്ട് പൊതുദർശനം
പൊതുദർശനം പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വീട്ടിലെ ചടങ്ങുകളും മറ്റു കാര്യങ്ങളും കുറച്ച് സമയം വൈകിയേക്കാനും സാധ്യതയുണ്ട്. ഇതിനെ അതായത് എത്തുന്ന പ്രായമായ ഓരോ ആളുകൾ പോലും ആ ഇതിനെ കാണാനായി എത്തുമ്പോൾ കരഞ്ഞ് വിളിച്ച് മടങ്ങിപ്പോവുകയാണ്. ഇതിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ കൂടുതൽ പേരും ഇനി വരേണ്ടിയിരിക്കുന്നതേ ഉള്ളൂ. അധ്യാപകർ പലരും അതൊന്ന് കാണാൻ പോലും കഴിയാതെ ഈ പന്തലിൻ്റെ പല വശങ്ങളിലും മാറി നിന്ന് വിതുമ്പുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രിയമകൻ ഓടി നടന്ന് കളിച്ച ആ ഒരു സ്ഥലത്തേക്ക് തന്നെ ചേതനേറ്റ ശരീരം എത്തിച്ചിരുന്നു. 10:30 കൂടിയാണ് ആ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നും മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആരംഭിച്ചത്. വിലാപയാത്ര സ്കൂളിലേക്ക് 1 മണിക്കൂർ സമയമെടുത്തു. ഇവിടേക്ക് 10 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരേണ്ട ഈ ഒരു ദൂരം 1 മണിക്കൂർ സമയമെടുത്തുകൊണ്ടാണ് എത്തിച്ചേർന്നത്. വലിയ രീതിയിലുള്ള ഒരു വിലാപയാത്ര അനുഗമിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഇത്രയും സമയമെടുക്കാനും ഇത്രത്തോളം സമയമെടുക്കാനൊക്കെയുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് അതുതന്നെയാണ്. ആളുകൾക്ക് വിദ്യാർത്ഥികളായിട്ടുള്ള അതായത് കണ്ടുപരിചയമുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളൊക്കെ ഇവിടേക്ക് വരുന്നു. നേരത്തെ പോലീസും അധികൃതരും ഒക്കെ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഒരു കാര്യമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഇവിടത്തെ സ്കൂളിലെ ഈ പൊതുദർശനത്തിൽ തന്നെയായിരിക്കും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു കാര്യം എന്നുള്ളതാണ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. അതിന് സമാനമായ ഒരു രീതിയിൽ തന്നെയാണ് ആ കാര്യങ്ങൾ അതിന് സമാനമായ ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കാണാനും നമുക്ക് കഴിയുന്നത്. ഇതിൻ്റെ ഒരു കൂട്ടുകാരനാണ് ഈ ആളുകൾ ഇറങ്ങിപ്പോകുന്ന വശത്തു കൂടി കാണാനായി കയറി വന്നെങ്കിൽ പോലും ഇവിടെ അതായത് പോലീസുകാർ അവൻ്റെ ഒരു ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവിടേക്ക് എത്തിച്ച് കണ്ട് തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി എത്ര സമയം കൊണ്ട് പൂർത്തിയാക്കുമെന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർക്കോ മറ്റാർക്കോ തന്നെ വ്യക്തമല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എത്രത്തോളം സമയമെടുത്താലും അവസാനത്തെ ഒരാളിന് വരെയും കണ്ട് മടങ്ങുന്നത് വരെ അതിന് വേണ്ടുന്ന ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കുമെന്നുള്ളൊരു കാര്യമാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു ക്രമീകരണങ്ങളാണ് പോലീസ് ഇവിടെ നിന്നും അത്തരത്തിലുള്ളൊരു സജ്ജീകരണങ്ങൾ തന്നെയാണ് പോലീസ് ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ആളുകൾ അതായത് ഇപ്പോൾ ഈ കുണ്ടറ MLA ആയിട്ടുള്ള PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. സ്കൂളിൻ്റെ മാനേജറാണ് മൃതദേഹത്തിൻ്റെ തലക്കൽ നിൽക്കുന്ന ആ വ്യക്തി എന്ന് പറയുന്നതാണ് സ്കൂളിൻ്റെ മാനേജർ. ഒപ്പം തന്നെ ഈ സ്ഥലം MLA ആയിട്ടുള്ള കുന്നത്തൂർ MLA ആയിട്ടുള്ള കോവൂർ കുഞ്ഞുമോനുണ്ട്. അദ്ദേഹം തന്നെ എല്ലാ കാര്യങ്ങളും അതായത് മൃതദേഹവുമായി ബന്ധപ്പെട്ട് ഈ മൊബൈൽ മോർച്ചറിയിൽ ആളുകൾ പൂവുകൾ ഇടുന്ന അധികമാകുന്ന സമയത്ത് മാറ്റുന്നതും മറ്റുമെല്ലാം. ഒപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് MP ഉണ്ട്. ഈ RYFൻ്റെ നേതാക്കളായിട്ടുള്ള ഉല്ലാസ് കോവൂർ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഇവിടെയുണ്ട്. എല്ലാവർക്കും അവസാനം ഒരു നോക്ക് കണ്ട് അന്തിമോപചാരം അർപ്പിച്ച് അതിന് കൃത്യമായൊരു ക്രമീകരണം ചെയ്ത് മടങ്ങിപ്പോകുന്നതിനുള്ള ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ അതായത് സഹപാഠികളുടെ അമ്മമാരുൾപ്പെടെയുള്ളവർ നാട്ടുകാരായിട്ടുള്ള നിരവധി ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തി അന്തിമോപചാരം പുഷ്പാർച്ചന നടത്തിയതിന് ശേഷം വളരെ വേഗത്തിൽ നടന്നു പോവുകയാണ്. കൈക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ആളുകളേക്ക് ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു ഈ പ്രധാനപ്പെട്ട കാര്യം പോലീസൊക്കെ നേരത്തെ കരുതിയതുപോലെ തന്നെ നേരത്തെ വീട്ടിൽ എത്ര സമയം അധിക സമയം വച്ചിരുന്നാൽ പോലും ഇത്രത്തോളം ഒരു ജനം അവിടേക്ക് ഒഴുകിയെത്തിക്കഴിഞ്ഞാൽ അത് അനിയന്ത്രിതമായി പോകും. കാരണം വീട്ടിൽ അതിനുള്ള ഒരു ക്രമീകരണങ്ങളും സ്ഥലപരിമിതി എന്ന് പറയുന്ന വലിയ ഒരു പ്രശ്നമുണ്ട്. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ ഈ സ്കൂളിൽ കൂടുതൽ സമയം പൊതുദർശനത്തിനുള്ള ക്രമീകരണം ഒരുക്കാനും അത്തരത്തിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒപ്പം തന്നെ മറ്റാളുകൾ എല്ലാവരെയും ചേർത്ത് അതായത് അവർക്കെല്ലാം ഈ സ്കൂളിൽ വെച്ച് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു ക്രമീകരണം പോലീസ് ഉദ്യോഗസ്ഥരും മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അത്തരത്തിൽ ഒരുക്കി നൽകിയിരിക്കുന്നത്. ആ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള ഒരു ജനസാഗരമാണ് സ്കൂളിൽ ഇപ്പോൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. പലരോടും അതായത് ഈ ഇതിൻ്റെ ഒപ്പം ട്യൂഷൻ പഠിച്ച വിദ്യാർത്ഥികൾ മറ്റ് പഴയ സ്കൂളുകളിൽ പഠിച്ച നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കൾ ഈ സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ കൂടുതലായി ഇവിടേക്ക് എത്തിച്ചേർന്നു. അവരെല്ലാം തന്നെ അവസാനം ഒരു നോക്ക് കാണാനായി വരുന്നു. കാര്യം ഇവിടെ എത്തിയിട്ടുള്ള പല വിദ്യാർത്ഥികളിലും അതായത് 2 ദിവസം മുൻപ് രാവിലെ സ്കൂളിൽ എത്തുന്ന സമയത്ത് ഇതിൻ്റെ ഒപ്പം ഗ്രൗണ്ടിൽ കളിച്ച
വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു വേദന, ഒരു വിഷമം എന്ന് പറയുന്നത് ആർക്കും ഒന്ന് പറഞ്ഞറിയിക്കാൻ പോലും കഴിയുന്നതല്ല. അത്രത്തോളം വൈകാരികമായാണ് പലരും സംസാരിക്കുന്ന സമയത്തൊക്കെ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നത്. വളരെ നേരത്തെ തന്നെ ഇതിന് അവസാനം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന് പലരും കണ്ണീർ അണിഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്നും മടങ്ങിപ്പോകുന്നത്. ഈ ഫുട്ബോളൊക്കെ കളിച്ച് വലിയൊരു നല്ല മിടുക്കനായി ലോകമറിയുന്ന ഒരു താരമായി മാറണമെന്ന വലിയ സ്വപ്നം മിഥുനുണ്ടായിരുന്നു. ഒപ്പം തന്നെ NCCയിൽ കേഡറ്റായി നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന ഒരു താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഒരു ആഗ്രഹങ്ങൾ മാത്രമായി, സ്വപ്നങ്ങൾ മാത്രമായി നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ മിഥുൻ വിട വാങ്ങിയിരിക്കുന്നത്. ഏറ്റവും വേദനപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഈ നേരത്തേക്ക് ആളുകൾ പറയുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഗേറ്റിൻ്റെ പുറത്തു നിന്നും ആളുകൾ ഇപ്പോഴും അകത്തേക്ക് കടന്നു വരാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ഇപ്പോൾ ഈ താഴത്തെ നിലയിൽ നിൽക്കുന്ന ആളുകൾ മാത്രമാണ് ഈ കയറി തുടങ്ങിയിട്ടുള്ളത്. ഈ കെട്ടിടത്തിൻ്റെയും മറ്റുമൊക്കെ മുകളിലത്തെ നിലയിലെല്ലാം തന്നെ നിരവധിയായിട്ടുള്ള സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ളവർ നിൽപ്പുണ്ട്. അവർക്കൊക്കെയും ഇനി ഇറങ്ങി വന്ന് ഈ പൊതുദർശനം, ഈ മിഥുന അവസാനം ഒരു നോക്ക് കാണാനുള്ള ഒരു അവസരം ഉൾപ്പെടെയും ഒരുക്കി കൊടുക്കും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ പൊതുദർശനം ആരംഭിച്ചതിന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂർ പിന്നിടുകയാണ്. 11:40 പൊതുദർശനം ആരംഭിച്ചത്. ഇപ്പോൾ അരമണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ നൂറുകണക്കിന് ആളുകൾ വരുന്നു. അവരെല്ലാം തന്നെ ഇവിടെ എത്തി അവസാനമായി ഒരു നോക്ക് പ്രിയ മകനെ കണ്ടുകൊണ്ട് പോകുന്നു. ഇനിയിപ്പോൾ ഈ മൃതദേഹം ഈ വീട്ടിലേക്ക് എത്തുന്ന ഒരു സമയമെന്ന് പറയുന്നത് ഒരുപക്ഷെ അത് ഒരു വിവരിക്കാൻ കഴിയില്ല. അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കാര്യം തൻ്റെ മക്കളെ വളർത്തി വലുതാക്കുക എന്നുള്ളൊരു വലിയ സ്വപ്നം, ആ ഒരു അമ്മയും ഒരു രക്ഷിതാക്കളുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ. വലിയ ഒരു സ്വപ്നമാണ് അവർക്കുള്ളത്. തൻ്റെ മക്കളെ വലിയ രീതിയിലൊന്ന് ഉയർത്തുക, നല്ല രീതിയിൽ വളർത്തുക എന്നുള്ളൊരു വലിയ സ്വപ്നമാണ് അവർക്കെല്ലാം തന്നെ ഉള്ളത്. ആ സ്വപ്നങ്ങൾ ബാക്കിയാക്കിക്കൊണ്ടാണ് പ്രിയമകൻ വിടവാങ്ങിയിരിക്കുന്നത്. അമ്മ സുജ രാവിലെ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. അവിടെ നിന്നും വീട്ടിലേക്ക് അമ്മ എത്തുന്ന ഒരു സമയം, ആ ഒരു സമയത്തായിരിക്കാം ചിലപ്പോൾ മിഥുൻ്റെ മൃതദേഹവും പോകുന്നത്. 3 മാസങ്ങൾക്കപ്പുറം അമ്മയെ യാത്രയാക്കാനായി വിമാനത്താവളത്തിലേക്ക് പോയി അമ്മയ്ക്ക് ടാറ്റ കൊടുത്ത് മടങ്ങിയ പ്രിയമകൻ. പക്ഷേ ആ പ്രിയമകനെ വീണ്ടും തിരികെ അമ്മ ഇവിടേക്ക് എത്തുമ്പോൾ കാണാൻ കഴിയുന്നത് ചേതനയറ്റ ശരീരമാണ്. ആ ഒരു വേദനിപ്പിക്കുന്ന കാര്യം, അമ്മയോട് ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ പ്രിയമകൻ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അതൊന്നും പൂർത്തിയാക്കാൻ കഴിയാത്തതിൻ്റെ ഒരു വേദന തീർച്ചയായും സുജ എന്ന അമ്മയ്ക്ക് ഉണ്ടാകും. ഒപ്പം തന്നെ ഒരു സഹോദരനുണ്ട്, കുഞ്ഞു സഹോദരനുണ്ട്. മാത്രമല്ല പിതാവുണ്ട്. താൻ ഈ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് കൂലിവേലയൊക്കെ എടുക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, തൻ്റെ മക്കളെ നല്ല ഒരു നിലയിലെത്തിക്കുക, നന്നായി കാണുക എന്നുള്ളൊരു വലിയ ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ് അവർ അത്തരത്തിൽ ഒരു കാര്യമൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നത്. പക്ഷേ ആ വീട്ടിൽ നിന്നും, അതായത് 2 ദിവസങ്ങൾക്ക് മുൻപാണ് ആ വീട്ടിൽ നിന്നും ആ പ്രിയ മകൻ പോകുന്നത്, സ്കൂളിലേക്ക് രാവിലെ വരുന്നത്. അതായത് 17-ാം തീയതി രാവിലെ സ്കൂളിലേക്ക് വരുന്നു, വ്യാഴാഴ്ച. അതിനുശേഷം 2 ദിവസങ്ങളിലിപ്പുറം ഈ ശനിയാഴ്ചയാകുന്നു. ശനിയാഴ്ച ആ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത് ആ പ്രിയ മകൻ്റെ 13-കാരൻ്റെ ആ മൃതദേഹമാണെന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ആ ഒരു ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന, ആ അന്തിമോപചാരം അർപ്പിക്കുന്നതിന്, ആ പൊതുദർശനത്തിലേക്ക് ഒഴുകിയെത്തുന്ന ആളുകളുടെ എണ്ണത്തിന് യാതൊരു തരത്തിലുള്ള കണക്കുമില്ല. കാരണം അപ്പോൾ